പറക്കുന്നത്തേക്ക് ഗവൺമെന്റ് LP സ്കൂളിലേക്ക് ഒന്ന് പോയാൽ അവിടെ റോഷി പാൽ നമുക്കൊപ്പമുണ്ട്. റോഷി, പറക്കുന്നം വിക്ടോറിയ കോളേജിന് നേരെ സമീപത്തുള്ള സ്ഥലമാണ്. അവിടെ ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളൊക്കെ വളരെ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ശക്തമായ വോട്ടെടുപ്പാണോ രാവിലെ തന്നെ രേഖപ്പെടുത്തുന്നത്? അരുൺകുമാർ, തീർച്ചയായും നമുക്ക് സാറിൻ്റെ കോളേജിന് തൊട്ടടുത്ത്, വിക്ടോറിയ കോളേജിന് തൊട്ടടുത്തുള്ള പറക്കുന്നം LP സ്കൂൾ, ഇവിടെ AK ബാലൻ്റെ വോട്ട്, AK ബാലൻ്റെ ഭാര്യ കുടുംബത്തിൻ്റെയൊക്കെ വോട്ട് കൂടിയാണ്. അല്പസമയത്തിനകം CPM-ൻ്റെ ഏറ്റവും മുതിർന്ന പാലക്കാട് ജില്ലയിലെ നേതാവ് AK ബാലനും ഭാര്യയും ഇവിടെ എത്തി, ഡോക്ടർ ജമീലയും എത്തി വോട്ട് രേഖപ്പെടുത്തും. ഈ കാണുന്ന ദൃശ്യങ്ങളാണ്. വോട്ടർമാരൊക്കെ വളരെ ആവേശത്തോടെ, നമ്മൾ രാവിലെ ജില്ലാ കളക്ടർ പറഞ്ഞതുപോലെ ആവേശത്തോടെ തന്നെയാണ് വോട്ടർമാർ ഇവിടെ കാത്തിരിക്കുന്നത്. അത്യാവശ്യം ഈ വോട്ടിംഗ് അവസാനിക്കുന്നവരെ ഇതേ തിരക്ക് ഇവിടെ അനുഭവപ്പെടാറുണ്ടെന്ന് ഈ പരിസരത്ത് നിന്നൊക്കെ ആൾക്കാർ പറഞ്ഞത്. ഇവരൊക്കെ വളരെ നേരത്തെ, ഇവിടെ 2 ബൂത്തുകളുണ്ട്. ഒന്ന് 34, രണ്ടാമത്തെ 35 ബൂത്തിലെ ദൃശ്യങ്ങളാണ്. ഇവിടെ 1382 വോട്ടർമാരാണ്. അതിൽ 706 വനിതാ വോട്ടർമാരാണുള്ളത്. നേരത്തെ എത്തിയോ? ഭക്ഷണമൊക്കെ കഴിച്ച് നേരത്തെ വോട്ട് ചെയ്ത് മടങ്ങാനാണ് പ്ലാൻ. എല്ലാവരും നേരത്തെ എത്തി, അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. അവരുടെ വോട്ടർമാരാണ്, സ്ത്രീ വോട്ടർമാരാണുള്ളത്. റോഷിപാൽ, അവിടെ പോളിംഗ് ഉയരുമ്പോൾ അവിടെ ഷാഫിയുടെ മുഖത്തൊരു ചിരി വരുന്നുണ്ടോ? എത്രാമത്തെ തവണയാ വോട്ട് എത്രാമത്തെ തവണയാ രേഖപ്പെടുത്തുന്നേ? എത്രാമത്തെ വോട്ടാന്ന് ഓർമ്മയുണ്ടോ? എത്രാമത്തെ തവണയാ വോട്ട് ചെയ്യുന്നതെന്ന് ഓർമ്മയുണ്ടോ? ഇല്ല. അതൊക്കെ ഇലക്ഷൻ വരുമ്പോ പറയുമല്ലേ മോനെ, അത്രയൊന്നും നമുക്ക് ഓർമ്മയുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഭക്ഷണം കഴിച്ചു. പിന്നെ നിങ്ങൾ തൂക്കിട്ട് പോകേണ്ടി വരും. ഓക്കെ. ആവേശത്തോടെ അവർക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുകയാണ്. ഏതായാലും ഇപ്പുറത്ത് പുരുഷ വോട്ടർമാരുണ്ട്, അവരും ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പുറത്തുള്ള എങ്ങനെയാണ് ഈ തവണ തെരഞ്ഞെടുപ്പ്? ആവേശമല്ലേ? ഉഷാറാണ്. എല്ലാ ഇപ്പോഴും ഈ ബൂത്ത് ഇങ്ങനെ തിരക്ക് വൈകുന്നേരം വരെ എല്ലാ പാർട്ടിക്കാരും, എല്ലാ മൊത്തത്തിലുള്ള എല്ലാ പാർട്ടിക്കാരും. ഇത് പ്രത്യേകിച്ച് പാലക്കാടിലെ നഗരഭാഗം കൂടിയാണ്. അപ്പൊ ഇവരെല്ലാവരും നേരത്തെ വന്ന് പരമാവധി വോട്ട് രേഖപ്പെടുത്തി കാത്തിരിപ്പില്ല. എല്ലാവരും ഇത് അതിന്റെ ഗൗരവത്തോടെ തന്നെ തെരഞ്ഞെടുപ്പിനെ കാണുന്ന മുതിർന്ന ആൾക്കാരാണ്. സാധാരണ പറക്കുന്നതൊക്കെ നല്ല ക്രിക്കറ്റ് ക്ലബ്ബൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ചെറുപ്പക്കാരൊക്കെ വളരെ ആവേശപൂർവ്വം വോട്ടിന് വേണ്ടി വരേണ്ട സമയമാണ്. എനിക്കൊന്ന് ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ചെറുപ്പക്കാരൊക്കെ എത്തുക. മുതിർന്നവരാണ് കൂടുതലും ഇപ്പോൾ. ഒരു ചെറുപ്പക്കാരൻ റോഷിയുടെ കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരന്റെ പേരെന്താ? റോഷി കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോലിയാണ്. എന്താ പേര്? ദീപു അല്ലേ? ഓക്കെ. ദീപു ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ജീവനക്കാരനാണ്. ഇതാ ചെറുപ്പക്കാരൻ 4ാമത്തെ വോട്ടാണ് അല്ലേ? 5ാമത്തെയാ? 5ാമത്തെ ഓർമ്മയില്ല. എന്നാലും ഇതാ ചെറുപ്പക്കാരൻ, അടിപൊളി ചെറുപ്പക്കാരനെ കാണിച്ചു വന്നായിരുന്നു സാർ. ചെറുപ്പക്കാർക്ക് ഇതാ വീണ്ടും ചെറുപ്പക്കാർ കുറച്ച് നേരം വന്നിട്ടുള്ളൂ. എനിക്കൊന്നും അറിയുന്നുണ്ട്. എത്രാമത്തെ വോട്ടാ? ഓക്കെ. ഇതാ മറ്റൊരു ചെറുപ്പക്കാരുണ്ട്. പേരെന്താ? ഇസ്മായിൽ. ഓക്കെ. ചെറുപ്പക്കാർ കുറവാന്ന് അരുൺ സാർ പരാതി പറഞ്ഞു. എവിടെയാ ജോലി ചെയ്യുന്നത്? ഓട്ടോ ഓടിക്കും. തൊഴിലാളി. അപ്പൊ ഓട്ടോ തൊഴിലാളിയായ ചെറുപ്പക്കാരുണ്ട്, എല്ലാരും ഉണ്ട്. മുടി നരച്ചത് നോക്കണ്ട, അവർക്ക് ചെറിയ പ്രായമാണ് അരുൺ സാർ. നിങ്ങക്ക് നരച്ചിട്ടുണ്ടല്ലോ. ഇതൊന്നും അറിയാണ്, ഞാൻ കളർ അടിച്ചതല്ല. നല്ല ഭംഗിയുണ്ട് സാറ്. മുതിർന്ന ഒരാളിനും കൂടെ അരുൺ സാർ നമുക്ക് കാണിക്കണം. ചേട്ടാ നിക്കല്ലോ, വോട്ട് ചെയ്യാൻ പോണു. ചേട്ടാ നമുക്ക് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആള്. സന്തോഷം. അപ്പൊ എല്ലാരും ഉണ്ട് സാർ. ഇതിൽ മുടി നരച്ച നോക്കണ്ടെന്നാ പറഞ്ഞത്, കാരണം എനിക്ക് മുടി നരയാണെന്ന് പറഞ്ഞു. മുടി നരയ്ക്കുന്നതല്ല എന്റെ വൃദ്ധത്വം എന്നാണല്ലോ കവിത. ഓക്കെ. റോഷിയാണ് നമുക്കൊപ്പം ചേർന്നത് പറക്കുന്നത്ത് നിന്ന്. പറക്കുന്നം വളരെ ആക്റ്റീവായ ഒരു സൊസൈറ്റിയാണ്. പെട്ടെന്ന് വിക്ടോറിയ കോളേജിലെ കടിയുണ്ടാകുമ്പോൾ പറക്കുന്നത്ത് നിന്നാണ് ആൾക്കാർ ഓടി വരാം. അതെ. പറക്കുന്നത്ത് ഗംഭീരമായ നല്ല മനുഷ്യരുള്ള സ്ഥലമാണ് പറക്കുന്നം. അവിടെ ആളുകൾ എനിക്കൊന്ന് കൂട്ടത്തോടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ ഡിസിസീവായ വോട്ടാണ്. നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന വോട്ടുകളാണ് പറക്കുന്നത് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. അതേപോലെ നൂറണി ഗ്രാമം ശക്തമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്ന, പരമ്പരാഗതമായി BJPക്ക് ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഉള്ള മേഖലയാണ് നൂറണി അടക്കമുള്ള പ്രദേശങ്ങൾ. അവിടെയും നല്ല തിരക്കായിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ TV പ്രസാദ് ഇപ്പോൾ നൂറണിയിലേക്ക് പോയിട്ടുണ്ട് വടക്കന്തറയിൽ നിന്ന്.